Hello dear friends, welcome back to our channel. നോമ്പൊക്കെ തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു കട്ട്ലറ്റാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഇത് ഏത്തക്കയാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം, ഉരുളക്കിഴങ്ങ് ചേർക്കാം, ഇതൊക്കെ ഇതിൽ ചേർക്കാം കേട്ടോ. സാധാരണ നമ്മൾ നോമ്പിന് പച്ചക്കറി ഒന്നും അങ്ങനെ കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഏത്തക്ക കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഏത്തക്ക തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഉരുളൻകിഴങ്ങ് ഒരു മീഡിയം സൈസുള്ളത് കട്ട് ചെയ്ത് വെക്കുക. എന്നെല്ലാം കൂടിയിട്ടൊന്ന് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണിത്. ഇനിയിത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഞാനിത് ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടാണ് ഉടച്ചു കൊടുക്കുന്നത് കേട്ടോ. മിക്സിയിലൊന്നും ഉടച്ചെടുക്കരുത്, ഇതേപോലെ ഒരു കപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളൂ. ഇവിടെ മക്കൾക്ക് അങ്ങനെ സവാള കടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മീഡിയം സൈസ് ഒരു ചെറിയ ഇതിൻ്റെ പകുതിയാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സവാളയൊക്കെ എടുക്കാം. ഇനി ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴണ്ടി വരുമ്പോഴത്തേനും ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിത് ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നോമ്പിൻ്റെ തലേ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വഴണ്ടി വന്ന സബോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് മൈദ ഒന്ന് കലക്കിയെടുക്കണം. കോഴിമുട്ട ഉണ്ടെങ്കിൽ കോഴിമുട്ടയിൽ ചെയ്താലും മതി കേട്ടോ. ഞാനിവിടെ മൈദയാണ് എടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കലക്കിയിട്ട് ചെറിയൊരു നല്ല ലൂസാവാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് കട്ടി വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതപ്പോൾ അത് കലക്കിയെടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഏത്തക്കയും എല്ലാം കൂടിയുള്ള മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിതൊരു ഓവൽ ഷേപ്പിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പാണ് എടുക്കുന്നത്. ഇനി ഇത് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടൊന്ന് എടുക്കാം കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ കട്ട്ലറ്റും ഇതേപോലെ ഷേപ്പ് ചെയ്ത് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇത് ഓരോന്നോരോന്നിട്ട് വറുത്തെടുക്കാം. അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതെല്ലാം നമ്മൾ വേവിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 സൈഡൊന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഏത്തക്ക കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.